എന്താ താമസം? ഞാൻ റെഡി. ദാ വരുന്നു. ഹരി, ഒരു മിനിറ്റ്. ആ ചെയിൻ കാണുന്നില്ല. അല്ല, ഇപ്പൊ എന്തിനാ അത്? വന്നിട്ട് നോക്കിയാ പോരെ? ഈ ഹരിയുടെ ചില നേരത്തെ വർത്താനം കേട്ട ഇറിറ്റേറ്റ് ചെയ്യും. ഒരു പാർട്ടിക്കല്ലേ പോകുന്നേ, ആളുകൾ ചോദിക്കില്ലേ താലി എന്തിയെന്ന്? ആളുകളെ ബോധിപ്പിക്കാനാ മീരയ്ക്ക് കെട്ടുതാലി, അല്ലാതെ സ്വയം അതിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല. ആ, എനിക്കങ്ങനെയാ. ദാ, ആ തറയിന്ന് കിട്ടിയതാ. ഓ, ഇതും കൈവച്ചിട്ടാണോ ഈ നാടകമൊക്കെ? വേണ്ട, അധികം സംസാരിക്കണ്ട. വാ വാ. ഏയ്, എന്തെങ്കിലും ഒന്ന് പറയടോ. ഞാൻ പറയുന്ന കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. താനെന്താ ഇങ്ങനെ? ഹലോ, ആ പറയൂ ട്രീസ. ഓഫ് കോഴ്സ്. ഷിറ്റ്, നോ നോ, പോലീസ് വന്നാൽ അത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. യാ, ഞാൻ എന്താ വരുന്നു. റിയലി സോറി മീര. എന്തൊരു കഷ്ടമായത്. കൺവെൻഷൻ സെന്ററിലേക്ക് ഞാനൊരു ടാക്സി വിളിച്ചു തരാം. ഞാൻ ഉടനെ വന്നേക്കാന്ന്. അല്ല, എന്താ ഒരു കൺഫ്യൂഷൻ? അത് കൺവെൻഷൻ സെന്ററിൽ ഒരു ഫംഗ്ഷൻ ഇറങ്ങിയതാ. അതിനിടയ്ക്ക് ഓഫീസിൽ ഒരു ചെറിയ ഇഷ്യൂ. എനിക്ക് പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. അല്ല, സച്ചിൻ ആ വഴിക്ക് വല്ലാണോ? ക്യാൻ യു ഡ്രോപ്പ് ഹർ? നോ പ്രോബ്ലം ഹരി, ഞാനും ആ വഴിക്കാം. ഞാൻ മീരെ ഡ്രോപ്പ് ചെയ്തോളാം. ഓ ഗ്രേറ്റ്, താങ്ക് യു സച്ചിൻ. ഹലോ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോണ്ടേ? സച്ചിന് ബുദ്ധിമുട്ടായല്ലേ? ആ, കുറച്ച്. സ്വന്തം നെയ്ബറിന് വേണ്ടിയല്ലേ? കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? അന്നത്തെ പോലെ ഒരുപാട് സംസാരിക്കുന്ന മീരയാണ് എനിക്കിഷ്ടം. ഇതിപ്പോ കെട്ടിയോനോട് പിണങ്ങിയ കൊച്ചമ്മയെ പോലെ ഉണ്ട്. ആശ്വാസം. മറ്റുള്ളവരുടെ മനസ്സിളക്കുന്ന ഈ ചിരി കയ്യിലുണ്ടായിട്ടാണോ? ഇതാദ്യമായിട്ടൊന്നും അല്ല സച്ചിൻ, ഹരിയുടെ കൂടെ ഇറങ്ങിയിട്ട് ഇത്തരമൊരു അനുഭവം. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? അല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിൽ റോൾ മോഡൽ ആയിരുന്ന ഒരാൾ ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് പറഞ്ഞു ഈ കഥയൊക്കെ? ഫാഷൻ ഷോയിലെ ഓഡീഷനെ കുറിച്ച് മാഗസീനിൽ ഒരു റൈറ്റപ്പ് വന്നില്ലേ? അന്നതിൽ ജഡ്ജായിരുന്ന മീരാഹരിയെ പറ്റി ഒരു പരാമർശം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞത്. ഹേയ്, അങ്ങനൊന്നും ഇല്ല സച്ചിൻ. പ്രൊഫഷൻ അതായിരുന്നതുകൊണ്ട് ചിലരൊക്കെ അത്തരം ഫംഗ്ഷനിൽ ജഡ്ജായിട്ട് വിളിക്കും. അത് വാർത്ത ആവുകയും ചെയ്യും. ഓ, സ്ഥലം എത്തി. ശരി, കാണാം. താങ്ക് യു സച്ചിൻ. ഓ, വരവ് വെച്ചു. ബൈ. ബൈ. ഹലോ, യാ, ഐ എം പ്ലാനിങ് ടു ബി ഇൻ US അറൌണ്ട് നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പം പറ്റിയാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. എന്താ? ഓക്കെ ഓക്കെ, യാ, താങ്ക് യു. ആ ട്രീസ, ഹരി, ചെന്നൈ IT പാർക്കിന്റെ ഇനോഗ്രേഷൻ ഡീറ്റെയിൽസ് കിട്ടിയോ? മേ ഐ ഹാവ് എ പ്രിന്റ് ഔട്ട് ഓഫ് ദ പ്രോഗ്രാം? ഓ മൈ ഗോഡ്, 2 ദിവസം എന്ന് പറയുമ്പോ മീര ഇവിടെ തനിച്ചാ? എന്തായാലും 2 ദിവസം നമുക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. മീരെ കൂടെ കൂട്ടിയാ പാവം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ബോറടിക്കും. ഒരു ഔട്ടിങ്ങിന് പോലും സ്കോപ്പില്ല. ആ, കാര്യം പറഞ്ഞാൽ മീരയ്ക്ക് മനസ്സിലാവും. പേഴ്സണൽ ഇഷ്യൂസ് ക്യാൻ വെയിറ്റ്. ഹിയർ യു ആർ, ഐദർ ഹയർഡ് ഓർ ഫയർഡ്. You are right, Harry. നാളെ വൈകിട്ടാണ് ഫ്ലൈറ്റ്. 6:30. 2 ദിവസം ഞാൻ തനിച്ചായി. ആ, 2 ദിവസം നിനക്ക് ആരോടും വഴക്കിടണ്ടല്ലോ. ഹരി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നോട് വഴക്കൂടുമ്പോഴല്ലേ, അതുകൊണ്ടാ. ആ,
നീ ലൈറ്റ് അണയ്ക്ക്. എന്നോട് ഹരിക്ക് ഒന്നും പറയാനില്ലേ? ഇത്രയും നേരം നമ്മൾ സംസാരിക്കല്ലായിരുന്നോ? ഉവ്, ഞാൻ കണ്ടു. ആ ട്രീസ് വിളിക്കുമ്പോ എന്തൊരു ഉത്സാഹ ഹരിക്ക്. മീര, നിനക്കെന്താ? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ജോബ്. എനിക്കറിയാം, ഹരിക്ക് എപ്പോഴും ഓഫീസ്, ജോബ്, ഫ്രണ്ട്സ്. ഇവിടെ ഇങ്ങനെ ഒരാള്. എന്ന് നിനക്കുള്ള രോഗം ഇത്. ഒരു തരം സംശയം. ബെഡിൽ വരുമ്പോ ഉള്ള മൂടുകൂടി കളയും. ഛേ. വെൽ, ടിഷ്യൂ നെറ്റ് മെറ്റീരിയൽ തന്നെ വേണമെന്നാണോ അവരുടെ ആവശ്യം? യാ, ഇറ്റ് ലുക്സ് ഹോട്ട്. കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇതാ ഭ്രമം. ഇൻസൈഡ് പീസ് ഗോൾഡൻ അല്ലോ, ബ്രൊക്കേഡ് കൊണ്ട് നന്നായിരിക്കും. ദാ, യോക്ക് സെയിം കളർ. കുഴപ്പമില്ല. ഇതുപോലൊരു പാറ്റേൺ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളല്ലേ? അതെ, പക്ഷെ അത് എവിടെയാണ് വച്ചതെന്നും ഞാൻ മറന്നുപോയി. എന്താടി പിന്നെ ഒരു മറവി? സെന്റി കഥയുമായി പിന്നെ ആരെങ്കിലും വന്നോ? അല്ല, ആരെന്തു പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണല്ലോ നീ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഓ, ആ സ്വഭാവം കുഴപ്പമാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നീ മറന്നു വെച്ചത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്ത് പറ്റിയടാ? സജന, മേരെ പിടിക്കാൻ സൂക്ഷിച്ച്. നിങ്ങൾ മേരെ താഴേക്ക് കൊണ്ടുവാ, ഞാൻ വണ്ടി എടുക്കാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ. മീര, ആ, വേണ്ട വേണ്ട, ഞാൻ നോക്കാം. സർ, പിംപോങ് കാറ്ററിംഗ് ഉണ്ട്. ആ, ഇതെപ്പോഴാ ഫുഡ് പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയനെ. ഈ അവസ്ഥയിലോ? വേണ്ട, നല്ല ബോഡി പെയിൻ ഉണ്ടല്ലോ, തൽക്കാലം താൻ റെസ്റ്റ് എടുക്ക്. ഓ, ഞാൻ മറന്നുപോയി. ആ ട്രീസ വിളിച്ചിരുന്നു. ആ ട്രീസ എയർപോർട്ടിലെത്തിയോ? ഓക്കെ, ആ ശരി ശരി. ഹരി, ഇനി ഈ സമയം കളഞ്ഞ ഫ്ലൈറ്റ് മിസ്സാവും. ആ കുട്ടി വെയിറ്റ് ചെയ്യല്ലേ? ഞാൻ ശ്രമിച്ചതാ ഈ ട്രിപ്പിൽ നിന്ന് ഒഴിവാകാൻ. നിന്നെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി പോകാനുള്ള മടികൊണ്ടാ. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല, ഹരിയൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കുന്നതൊക്കെ ഇനി ഫ്ലൈറ്റിൽ നിന്നാവാം. പോയിട്ട് വരട്ടെ. ആ, ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാടോ ശിവരാമ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ അവരുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ പോലീസ് കയറി നിരങ്ങുന്നുണ്ടെന്നുള്ള പേരുദോഷം ഉണ്ടാവില്ലല്ലോ. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് സർ. സാഗറും ഇതൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ കാണാതായിരിക്കുന്ന പെൺകുട്ടി ഹിമ പ്രഥമ ദൃഷ്ടിയാൽ രൂക്ഷമായ ചില സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു, അല്ലേ? അതെ, പ്രശ്നങ്ങളും സംഘർഷങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അപൂർവൻ ചിലരെങ്കിലും ഇത്തരം തിരോധന നാടകം സൃഷ്ടിക്കാറുണ്ട്. ഓക്കെ, ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് നേടാൻ ശ്രമിക്കുന്ന ശിവരാമന്റെ ഒബ്സർവേഷൻ ഞാനായിട്ട് തള്ളുന്നില്ല. താങ്ക് യു സർ. ഹിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ